ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് ഞാനിവിടെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹെന്ന പ്രിപ്പറേഷനാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഈച്ച് ടൈം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കിട്ടുന്നതായിരിക്കും. ഈ ഹെന്ന എന്ന് പറയുമ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെന്ന പ്രിപ്പറേഷനാണ്. തന്നെയുമല്ല, നമുക്ക് മുടി നോർമലായിട്ടുള്ളവർക്ക് അങ്ങനെ അധികം കളർ ചേഞ്ചസ് വരത്തില്ല. പക്ഷേ കുറച്ച് ഗ്രേ ഹെയർ ഉള്ളവർക്കായിരിക്കും ഇത് ഒത്തിരി സ്യൂട്ട് ആവുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന്. അപ്പം നമുക്ക് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹെന്ന എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം. നമ്മൾ അതിന് വേണ്ടി ഇത് തേയില വെള്ളമാണ്, ചായവെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാനിതിനകത്ത് 4 ടീ ബാഗും പിന്നെ 2 സ്പൂൺ കോഫി പൗഡറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെ മിക്സാണ് ഇത്. അപ്പോൾ ആദ്യം നമ്മൾ ടീ ബാഗ് തിളപ്പിക്കും. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് നമ്മൾ കോഫി പൗഡറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആറിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് ബീട്രൂട്ട്. ഇത് നന്നായി മിക്സിയിൽ അടിച്ച് ജ്യൂസാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കരുത്, അല്ലാതെ ജ്യൂസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് നമ്മുടെ ഉലുവയാണ്. ഉലുവ വളരെ നല്ലതാണ് നമ്മുടെ ഹെയറിന്, നമ്മുടെ തലമുടി വളരാൻ ഉലുവ നല്ല ഒരു സാധനമാണ്. അപ്പോൾ അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വെള്ളത്തിനകത്തിട്ട് ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞ് അരച്ചെടുത്തിരിക്കുന്നതാണിത്. പിന്നെ നമ്മുടെ ഹെന്ന പൗഡർ ഞാനിത് കടയിൽ നിന്ന് മേടിച്ചതാണ്. അത് മൈലാഞ്ചിപ്പൊടിയാണ്. അത് നല്ലതാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ചെയ്യാൻ പോവുക. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് എന്നാണെങ്കിലും നമ്മൾ ഇത്രയും മെനക്കെടുന്നത്, ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഈ കരിയാപ്പല നമ്മുടെ തലമുടിക്ക് ഒത്തിരി നല്ലതാണ്, അതുകൂടെ ഇടാമെന്ന്. അപ്പോൾ അത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത് നമുക്ക് ചേർക്കാം. പിന്നെ ഒരു പകുതി നാരങ്ങ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തൈര് 2 സ്പൂൺ തൈര് നമുക്ക് വേണം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുകയാണ്. നമ്മുടെ തലമുടിക്ക് നമുക്ക് നല്ല തലമുടി ഉള്ളതുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ഹെന്ന ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നമുക്കതനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി, അധികം ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ ഒത്തിരി വാട്ടറി ആയി പോകാൻ പാടില്ല. അങ്ങനെ ഒത്തിരി ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നമ്മുടെ തലമുടിയിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒലിച്ചിറങ്ങും. നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഞാൻ ആ ഒരു കറക്റ്റ്
കൺസിസ്റ്റൻസി കാണിച്ചു തരാവേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മളെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഈ വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നിർത്തുക. ഇല്ലെങ്കിൽ അത് വെള്ളം കൂടിപ്പോയാൽ ആകെ പ്രശ്നമാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വരെ അത് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അത് തിക്കാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അഥവാ ഒത്തിരി വാട്ടറി ആയി പോകുന്നെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ പൊടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നമ്മൾ ഓവർനൈറ്റ് വെക്കുകയാണ്. നാളെ നമ്മളിത് എടുത്ത് ഇതിൻ്റെ കൂടെ ഒരു എഗ് വൈറ്റും പിന്നെ നമ്മൾ തേക്കുന്ന ഏത് ഓയിലാണോ ആ ഓയിലും കുറച്ച് ഒഴിച്ച് എന്നിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യും. അപ്പം നമ്മൾ രാവിലെ നോക്കി ഇതിങ്ങനെയാണ് കാണുന്നത്. നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒരു മുട്ടയാണ് ഒഴിക്കുന്നത്. മുട്ടയുടെ വെള്ള വേണ്ടവർക്ക് അങ്ങനെ ഒഴിക്കാം. പക്ഷെ ഞാൻ മുഴുവനായിട്ട് അങ്ങ് ഒഴിക്കുക. ഈ എഗ് യോക്കിലാണേലും നല്ല വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ മുടിക്ക് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ മഞ്ഞ കുരു വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഇടണ്ട കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എണ്ണയാണ്, നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി എണ്ണ ഒഴിക്കരുത്. ഒത്തിരി എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു കളറ് നമ്മുടെ മുടിക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി തലമുടിയിൽ അപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ ഇനി ഇവിടെ ഈ ഉച്ചി മുതലാണ് തുടങ്ങുന്നത്. തുടങ്ങി അവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മളിത് അതങ്ങ് ഫിക്സ് ചെയ്യുവാണ്. അങ്ങനെയാണ് ഈ ഹെന്ന തലയിൽ ഇടുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഫൈനലി ഇങ്ങനെ ഇരിക്കും. നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ നല്ല സുഖമായിട്ടിരിക്കും. അത് നമ്മൾ ഇനി 1 മണിക്കൂറോ 2 മണിക്കൂറോ, നിങ്ങൾക്ക് കളർ നന്നായിട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി കളർ ഒന്നും പിടിക്കണ്ട, അല്ലാതെ ജസ്റ്റ് ഇത് തലമുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയാണെങ്കിൽ 1 മണിക്കൂർ വെച്ചാലും മതി. ഇനി നമ്മൾ ഇത് ഒരു കവറോ ഒരു പ്ലാസ്റ്റിക് കവറോ എല്ലാം വെച്ച് നന്നായിട്ടൊന്ന് കെട്ടി വെച്ച് കഴിഞ്ഞ് അത് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് കഴുകിക്കളഞ്ഞ് എങ്ങനെയാണ് ലുക്കെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹായ്
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ഹെന്ന പ്രിപ്പറേഷൻ കണ്ടല്ലോ. ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്തു. അത് എങ്ങനെയുണ്ടെന്ന് ഇപ്പം ഇങ്ങനെ നോക്കാം. കണ്ടില്ലേ? അപ്പോൾ വെയിലില്ല. വെയിലത്ത് എങ്ങനെ വെയിലത്ത് ഒരു ചെറിയൊരു ബർഗണ്ടി കളറായിരിക്കും. അപ്പോൾ അത് കാണിച്ചു തരാൻ വെയിലിൽ പോയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് മോർ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ബൈ.